നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പണത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് നാം എല്ലാവരും. ഇതിനായി പലതരത്തിലുള്ള വഴികളും നോക്കുന്നു. അധ്വാനത്തിലൂടെയും ഭാഗ്യവഴികളിലൂടെയും എല്ലാം പണമുണ്ടാക്കാനുള്ള വഴികൾ പരീക്ഷിക്കുന്നവർ ഏറെയാണ്. നാം പണം സൂക്ഷിക്കുന്നതിൽ പേഴ്സിന് മുഖ്യ പങ്കുണ്ട്. ഇതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്ര പ്രകാരവും ജ്യോതിഷ പ്രകാരവും എല്ലാം പേഴ്സിൽ ചിലത് വയ്ക്കുന്നതും പേഴ്സിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുമെല്ലാം തീർച്ചയായും ഗുണം ചെയ്യും. ധനം ഇരട്ടിക്കാനും പണം വന്നു ചേരുന്ന പണം നിലനിൽക്കാനും പേഴ്സ് സംബന്ധമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, കഴിയുമെങ്കിൽ കണ്ണാടിയുള്ള പേഴ്സ് ഉപയോഗിക്കുക. കണ്ണാടിയിൽ പ്രതിഫലനം ഉണ്ടാകുന്ന വിധം നല്ല ഗുണമുള്ള കണ്ണാടിയുള്ള പേഴ്സ് ഉപയോഗിക്കുന്നത് ഏറെ നല്ലതാണ്. ഇതിൽ പണത്തിന്റെ പ്രതിഫലനം ഉണ്ടാകും. അതായത് വയ്ക്കുന്ന പണം ഇരട്ടിയായി കാണുന്ന രീതിയിലാണെങ്കിൽ ഏറ്റവും നല്ലത്. വാസ്തുശാസ്ത്രപ്രകാരം പണം വയ്ക്കുന്ന അലമാരയ്ക്ക് എതിർവശത്തായി, അതായത് പണപ്പെട്ടിക്ക് എതിർവശത്തായി പ്രതിഫലനം വരത്തക്ക വിധത്തിൽ കണ്ണാടി വയ്ക്കുന്നത് നല്ലതാണ്. ഇതേ ശാസ്ത്രമാണ് കണ്ണാടി പേഴ്സിന്റെ കാര്യത്തിൽ. പേഴ്സിന്റെ നിറത്തിന്റെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. കറുത്ത പേഴ്സ് കഴിവതും ഒഴിവാക്കുക. പിങ്ക്, ബ്രൗൺ നിറമുള്ള പേഴ്സുകളാണ് ധനവരവിന് നല്ലത്. ഇത് വാസ്തുശാസ്ത്രപ്രകാരം പണത്തിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചുവന്ന തുണിയിലോ പ്ലാസ്റ്റിക് കവറിലോ 36 അരിമണികൾ വച്ച് ഇത് പേഴ്സിൽ വയ്ക്കുന്നത് പേഴ്സിൽ പണം നിറയാൻ സഹായിക്കുന്ന നല്ലൊരു വഴിയാണ്. ഈ അരിമണികൾ ബസുമതി അരിയുടെയോ ജീരക അരിയുടെയോ ആകുന്നതാണ് കൂടുതൽ നല്ലത്. പേഴ്സിൽ ചില പ്രത്യേക ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും നല്ലതാണ്. ദൃഷ്ടിവിനായകന്റെ ചിത്രം, സ്വർണത്തോടെയുള്ള മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം, കിടക്കുന്ന മഹാവിഷ്ണുവും ഒപ്പം ലക്ഷ്മി ദേവിയുമുള്ള ചിത്രം എന്നിവ ധനവരവിനായി പേഴ്സിൽ വയ്ക്കുന്നത് ഏറെ ഗുണം ചെയ്യും. പേഴ്സിൽ വെളുത്ത കല്ലോ വെളുത്ത കവടിയോ വയ്ക്കുന്നത് നല്ലതാണ്. ഇതുപോലെ തന്നെ തുളസിയില വയ്ക്കുന്നത് നല്ലതാണ്. ഈ തുളസിയില ഉണങ്ങരുത്, അതായത് ദിവസവും മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദവും പേഴ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഇതും പഴയതായാൽ മാറ്റുക. ഒരു ആലില പേഴ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതും ഉണങ്ങാതെ സൂക്ഷിക്കണം, ദിവസവും മാറ്റിക്കൊണ്ടിരിക്കണം. ചൊവ്വ, വെള്ളി 1-ാം തീയതികളിൽ കഴിവതും പണം കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഇത് ധനനഷ്ടം വരുത്തുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. കീറിയ പേഴ്സ്, കേടായ പേഴ്സ്, മറ്റൊരാൾ ഉപയോഗിച്ച പേഴ്സ് എന്നിവ ഉപയോഗിക്കരുത്. നമ്മുടെ പേഴ്സ് മറ്റൊരാൾക്ക് കൊടുക്കുകയും അരുത്. പുതിയ പേഴ്സ് വാങ്ങുമ്പോൾ പഴയതിനേക്കാൾ വലുത് നോക്കി വേണം വാങ്ങാൻ. വാങ്ങുമ്പോൾ വിചിത്ര ആകൃതിയിലുള്ള പേഴ്സുകൾ ഒഴിവാക്കുക. പേഴ്സിൽ പണം നിവർത്തി വേണം വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ പുതിയ പേഴ്സ് വാങ്ങിയാൽ അത് ശുദ്ധി ചെയ്ത ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. വെള്ളം തെളിച്ച് ശുദ്ധി ചെയ്താൽ മതി. ഇതിനെല്ലാത്തിനും പുറമെ കനകധാര യന്ത്രം, കുബേര യന്ത്രം, അശ്വാരൂഢ യന്ത്രം ഇതിലേതെങ്കിലും ഒന്ന് ദശാംഗത്തോടുകൂടി വിധിപ്രകാരം പീഠപൂജ നടത്തി പേഴ്സിൽ സൂക്ഷിച്ചാൽ അത്യുത്തമമാണ്. ഇങ്ങനെ ചെയ്താൽ ഒരു കാലത്തും ആ പേഴ്സിൽ നിന്ന് പണം ഒഴിയുകയില്ല. ഇത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇതെല്ലാം തന്നെ വിശ്വാസപ്രകാരം പണം വന്നു ചേരുന്ന പണം നിലനിൽക്കാനും സഹായിക്കുന്ന ഘടകങ്ങളാണ്. എല്ലാവരും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഫലമുണ്ടാവും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.